Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. നമ്മുടെ എല്ലാ ദിവസത്തെയും സെഷനാണ് റെഗുലർ ആയിട്ടുള്ള ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്കും അതുപോലെ വൊക്കാബുലറി ഡിസ്കഷനിലേക്കും എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മുടെ കോട്ട് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ആർട്ടിക്കിൾ ഡിസ്കസ് ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യും. ആർട്ടിക്കിളിൽ ഒരു സെലക്ടഡ് ആർട്ടിക്കിൾ അതിൽ രണ്ടിനത്തിലുള്ള വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാണ് നമ്മുടെ റെഗുലർ ആയിട്ട് സെഷൻ. സോ നമ്മുടെ കോട്ട് ഇന്നതാണ്: എ ബാഡ് ആറ്റിറ്റ്യൂഡ് is like a flat tire. You can't go anywhere until you change it. വണ്ടിയിൽ ഒരു ഫ്ലാറ്റ് ടയർ വന്നാൽ അല്ലെ പഞ്ചറായി നമ്മൾ എന്ത് ചെയ്യണം? ടയർ മാറ്റിയിട്ടേ പറ്റുള്ളൂ, ഇല്ലാതെ മുന്നോട്ട് ഒരു അടി പോകാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ബാഡ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ മുന്നോട്ട് ഒരു അടി പോകാൻ പറ്റില്ല. ആ ആറ്റിറ്റ്യൂഡ് മാറ്റി നമ്മളൊരു നല്ല ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പണിപാളും, നമ്മളവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇന്ന് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ആൻഡ് നമുക്ക് നേരെ നമ്മുടെ സെക്ഷൻസിലോട്ട് പോകാം. സോ നമുക്ക് ആദ്യം നമ്മുടെ എറർ സ്പോട്ടിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോൾ ആർട്ടിക്കിൾ നമ്മൾ വായിക്കുമ്പോൾ ഗ്രാമാറ്റിക്കലി ആർട്ടിക്കിൾ എങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിളിലെ ടോൺ ഓഫ് ദി ആർട്ടിക്കിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വിടാം. അതിനുശേഷം എഡിറ്റോറിയൽ വൊക്കാബുലറി, ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, അതിനുശേഷം സിനോണിംസ്, ആന്റണിംസ് ആൻഡ് റിലേറ്റഡ് വേർഡ്സ്, അങ്ങനെയാണ് നമ്മുടെ സെഷൻ പോവുക. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഞാൻ തുടങ്ങാം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്ന ഏതൊക്കെയാണെന്ന് പറയാം. രണ്ട് ആർട്ടിക്കിളിൽ മെഡിസിൻ്റെ നൊബേൽ പ്രൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്, വളരെ ബ്യൂട്ടിഫുള്ളി റിട്ടേൺ ഒരു ആർട്ടിക്കിളാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ ആർട്ടിക്കിൾ ഈ നൊബേൽ പ്രൈസിലെ ഒരു അച്ചീവ്മെൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഒരു വുമണാണ് അത് വിൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ കാര്യമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതുകൂടാതെ രണ്ടാമത്തെ ആർട്ടിക്കിൾ വേൾഡ് കപ്പ്, ICC നമ്മുടെ വേൾഡ് കപ്പ് വരാൻ പോവാണ്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഹോസ്റ്റായിട്ട് നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഇന്ത്യ ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ പോകണമെന്നൊക്കെ കേട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നു. അതിനുള്ള ഇന്ത്യയുടെ കുറേ വേൾഡ് കപ്പ് വരാൻ പോകുന്നതിനെ പറ്റിയും അതുപോലെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രഷേഴ്സും കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്. അവിടെ കുറച്ച് പൊളിറ്റിക്കൽ ഇതും കൂടെ വരുന്നുണ്ട്. കാര്യം പൊളിറ്റിക്കലായിട്ട് ഏത് സ്ഥലത്ത് വേണമെന്നുള്ള തീരുമാനമൊന്നും ഇതുവരെ ആയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജഗിൾ ചെയ്യുന്നൊരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ആ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ആർട്ടിക്കിൾ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് വൊക്കാബുലറി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇന്നലെ: ഇന്ത്യ ഈസ് ഇംപ്രൂവിങ് ഇറ്റ്സ് പെർഫോമൻസ് ഇൻ ദ വേൾഡ് സ്റ്റേജ് ഇൻ സ്പോർട്സ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞായിരുന്നു നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എറർ സ്പോട്ടിങ് നിർത്തുമെന്ന്. അപ്പോൾ എല്ലാവരും ആൻസർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, ആൻഡ് ഐ എം ഗ്ലാഡ് ടു സീ ദാറ്റ്. അപ്പോൾ നമ്മുടെ എറർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇന്ത്യ ഈസ് ഇംപ്രൂവിങ് ഇറ്റ്സ് പെർഫോമൻസ് ഇൻ ദ വേൾഡ് സ്റ്റേജ് ഇൻ സ്പോർട്സ്. യെസ്. ഏജ് സെക്ഷണൽ ടൈം ഇല്ല കാർത്തി, സെക്ഷണൽ ടൈമിംഗ് ഇല്ല. പിന്നെ മാത്രമല്ല 14 എനിക്ക് തോന്നുന്നു ഖാദി ബോർഡിൻ്റെ എക്സാം ആണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് വരാമെന്ന്. അങ്ങനെയാണ് PSCക്ക് ഒരു മെയിൽ അയക്കുക കേട്ടോ. PSCക്ക് ഒരു മെയിൽ അയക്കുക. അത് പിന്നീട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തവർക്ക് പിന്നെ എഴുതാനൊരു അവസരം PSCക്ക് AI മാറ്റം വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതൊന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കാർത്തി. എന്നോട് ഒരാളോട് ഇങ്ങനെ ഇത് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ എന്താണ് ഇവിടുത്തെ എറർ എന്ന് ഞാൻ തന്നെ പറയണോ? ഇന്ത്യ ഈസ് ഇംപ്രൂവിങ് ഇറ്റ്സ് പെർഫോമൻസ് ഇൻ ദ വേൾഡ് സ്റ്റേജ് ഇൻ സ്പോർട്സ്. നോക്കി, ഇവിടെ പ്രൊപ്പോസിഷനിൽ ഒരു എറർ വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റേജിനെ പറ്റി പറയുമ്പോൾ ഇൻ ദ സ്റ്റേജ് എന്ന് പറയില്ല അല്ലേ. സ്റ്റേജിനെ പറ്റി പറയുമ്പോൾ വേൾഡ് ആണെങ്കിൽ ഇൻ ദ വേൾഡ് പറയായിരുന്നു. പക്ഷെ ഇൻ ദ വേൾഡ് അല്ല ഇവിടെ. വേൾഡ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രം വന്നേക്കണേ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഓൺ ദ സ്റ്റേജ് വേണ്ട അല്ലേ. ഓൺ ദ ഡയസ് അല്ലേ, ദ ചീഫ് ഗസ്റ്റ് ഓൺ ദ ഡയസ് എന്ന് പറയില്ലേ അല്ലെ. ഓൺ ദ സ്റ്റേജ് നെക്സ്റ്റ് പെർഫോമൻസ് ഓൺ ദ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ പറയാം. ഇൻ ദ സ്റ്റേജ് തെറ്റാണ്, ഓൺ ദ സ്റ്റേജ് ആണ് കേട്ടോ. നമ്മൾ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് പാടി അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കണ്ടക്ട് ചെയ്ത് ഓൺ ദ സ്റ്റേജ് പറയാൻ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ് പ്രിപ്പോസിഷൻ്റെ ചാപ്റ്ററിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: കട്ട് ടു ദ പ്രസന്റ്. ഇന്ത്യ വിൽ ബി ദ ലോൺ ഹോസ്റ്റ് വിത്ത് ഔട്ട്പോസ്റ്റ് ആസ് ഡൈവേഴ്സ്ലി ആസ് Chennai and Dharmashala, excluding World Cup warmth. അപ്പം നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാം. മറക്കാതെ കോമൻറ്റ് സെക്ഷനിൽ ഒരു ആൻസർ ഇടാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. ഷോട്ട് ഇൻ ദ ആം, ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വിടാം. ഷോട്ട് ഇൻ ദ ആം എന്ന് പറയുന്നത് തന്നെ ഒരു ഇഡിയമാണ്. അർത്ഥം ഇതാണ്: ആൻ എൻകറേജിങ് സ്റ്റിമുലസ്, അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ്, ഒരു ഫിൽപ്പാണ് എന്ന് പറയും. ഒരു എൻകറേജ്മെന്റ് ആണ് എന്നാണ് നമ്മൾ എന്തുകൊണ്ട് പറയുന്നത്? ആ ഷോട്ട് ഇൻ ദ ആം എന്ന യൂസേജ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു എൻകറേജ്മെന്റ് ആണ്. അതായത് നൊബേൽ പ്രൈസ് പോലെയുള്ള പ്രൈസുകൾ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിക്ക് ഒരു പ്രൈസ് കിട്ടുന്നത് വല്ലാത്തൊരു എൻകറേജ്മെന്റ് ആണ്. നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകാനാണ് നമ്മളെ പ്രേരിപ്പിക്കും. ദ സക്സസ് ഓഫ് COVID-19 mRNA വാക്സിൻസ് പിക് ദ നൊബേൽ വിന്നേഴ്സ് ദിസ് ഇയർ. ഇത്തവണ നൊബേൽ പ്രൈസ് കിട്ടിയത്, മെഡിസിന് നൊബേൽ പ്രൈസ് കിട്ടിയത് COVID-19 mRNA വാക്സിൻസ് പ്രിപ്പയർ ചെയ്തവർക്കാണ്.
അപ്പോൾ പ്രോട്ടീൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെൽസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്തിന് റിപ്പയർ ചെയ്യാനും ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നു mRNA അല്ലേ. mRNA അതിൻ്റെ കണ്ടുപിടുത്തമായിട്ടാണ് mRNA വാക്സിൻസ് കണ്ടുപിടിച്ചത്. ആ mRNA വാക്സിൻസ് നമ്മൾ COVID-19 ഒക്കെ വരുന്നതിന് മുമ്പേ കണ്ടുപിടിക്കപ്പെട്ടതാണ്. പക്ഷെ അത് ഉപയോഗിക്കപ്പെട്ടത് mRNAയുടെ ഇത് കാര്യങ്ങളൊക്കെ അത് ഉപയോഗിക്കപ്പെട്ടത് 2019 നമുക്ക് കോവിഡിന്റെ സമയം വന്നപ്പോഴാണ്. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. All nominees for the Nobel Prize in Physiology or Medicine have path-breaking achievements to their credit, but often the final choice of the winner might have a lot to do with the timing and context. നമുക്കറിയാം നമ്മൾ നോബൽ പ്രൈസിൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് വെക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത നോമിനീസ് തന്നെയാണ് അല്ലേ. എല്ലാ നോമിനീസും നല്ല രീതിയിൽ അച്ചീവ്മെന്റ് വേൾഡിൽ തന്ന ആൾക്കാരെ തന്നെയാണ് നമ്മൾ എപ്പോഴും നോമിനീസ് ആയിട്ട് വെക്കാറ് പോലും. എല്ലാ കാൻഡിഡേറ്റ്സിനും അർഹതയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ ഫിസിയോളജിയിൽ അല്ലെങ്കിൽ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിന് നൊബേൽ പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ. അത് വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള, വളരെ പൈനിയറിംഗ് ആയിട്ട്, പാത്ത് ബ്രേക്കിംഗ് ആണ് പൈനിയറിംഗ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് കൊണ്ടുവന്ന ആൾക്കാർക്കാണ് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കാറ്, നൊബേൽ പ്രൈസ് കൊടുക്കാറ്, ക്രെഡിറ്റ് കൊടുക്കാറ്. അപ്പം അതിന്റെ ഫൈനൽ ചോയ്സിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് പേരിൽ അർഹതപ്പെട്ടവരിൽ ഒരാളെ ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് ബേസ്ഡ് ഓൺ ടൈമിംഗ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ്. ഇപ്പോൾ ആ ടൈമിംഗ് കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. എല്ലാവരും അർഹതപ്പെട്ടതിൽ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ ചൂസ് ചെയ്യുമ്പോഴേ അതിന്റെ പ്രത്യേകതയാണ്. അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന കെയ്റ്റ്ലിൻ കറിക്കോ ആൻഡ് ഡ്രൂ വെസ്മൻ would have been safe bets for their work that enabled the development of effective mRNA vaccines against COVID-19. അപ്പം ഇവിടെ അച്ചീവ്മെന്റ് കിട്ടിയത് mRNA വാക്സിൻസ് COVID-19 എതിരെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുത്ത കെയ്റ്റ്ലിൻ കറിക്കോവും അതുപോലെ തന്നെ ഡ്രൂ വെസ്മൻ ഇവർ രണ്ടുപേരുടെയും കണ്ടുപിടുത്തമാണ് mRNA വാക്സിൻസ് കണ്ടുപിടുത്തം. ആൻഡ് അതുകൊണ്ട് ഉള്ള അച്ചീവ്മെന്റ് കാരണം നമുക്ക് ഈ ഗ്ലോബൽ പാൻഡമിക് അല്ലെ, ലോകത്തെ മൊത്തം ആട്ടിയൊലിച്ച നമ്മുടെ COVID-19 എതിരെ വരുത്താൻ പറ്റി. The 2023 Nobel announcement comes as no surprise. ആർക്കും ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നില്ല, given that the benefits of the discovery are still keeping people alive and out of hospitals. അല്ലേ, നമുക്ക് എങ്ങനെ അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, വലിയ അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യം ഇപ്പോഴും അതിന്റെ ബെനിഫിറ്റ്സ് ആൾക്കാരെ ജീവിപ്പിക്കുന്നു. അതുപോലെ തന്നെ പല ആൾക്കാരും എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലിൽ വിട്ട് പുറത്ത് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ mRNA വാക്സിൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമല്ല, അവർക്ക് തന്നെ നോബൽ പ്രൈസ് അർഹത ഉണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇറ്റ് ഓൾസോ ടിക്സ് ഓൾ ബോക്സസ്. ടിക്ക് ഓൾ ബോക്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? നമ്മൾ ടിക്ക് ഓൾ ബോക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റിക്വയർമെന്റിനും ഫുൾഫിൽ ചെയ്യുക, എല്ലാ റിക്വയർമെന്റ്സിനും ഫുൾഫിൽ ചെയ്യുക എന്നാണ് അർത്ഥം. സെൻസസ് ഒക്കെ എടുക്കാൻ വരുമ്പോൾ എല്ലാ ബോക്സും ഫില്ല് ചെയ്യുവാണെങ്കിൽ എല്ലാ റിക്വയർമെന്റ്സും ഓക്കെ ആണെന്ന് അർത്ഥം. ഇല്ലെങ്കിൽ ടിക്ക് ചെയ്ത് വിടില്ല, അതാണ്. The Nobel Prize for Medicine must be awarded for a discovery that would confer the greatest benefit of mankind, which mRNA undoubtedly did. സാധാരണ മെഡിസിന് വേണ്ടിയിട്ട് നമ്മളൊരു നൊബേൽ പ്രൈസ് കൊടുക്കുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് കൊടുത്തത് മാൻകൈൻഡിന് കൊടുത്ത ആരാണോ, അതിന് കണ്ടുപിടുത്തം കൊണ്ടുവന്ന ആരാണോ അവർക്കാണ് കൊടുക്കേണ്ടത് അല്ലേ. ആ ഡിസ്കവറി തന്നെയാണ് ഇവിടെ നമ്മൾ മെഡിസിനിൽ കണ്ടിരിക്കുന്നത് അല്ലേ. അത് COVID-19 അല്ലാതെ വേറെ എന്താണ്, COVID-19 സമയത്ത് mRNA വാക്സിൻ അല്ലാതെ വേറെ എന്താ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ mRNAയുടെ കണ്ടുപിടുത്തം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് കണക്കാക്കാൻ പറ്റും, വേറെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക്. ദിസ് നോബൽ ഈസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ഇൻ ദാറ്റ് ഇറ്റ് റെക്കഗ്നൈസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എ വുമൺ ഓഫ് സയൻസ്. വേറൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ന് പറയാൻ കാരണം സയൻസ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ കണ്ടുപിടുത്തങ്ങളും വരും. അതുകൊണ്ട് ഇതുവരെ ഉള്ളതിൽ നമുക്ക് mRNA എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇത് എടുത്തു പറയാനുള്ള കാരണം വെച്ചാൽ ഇവിടെ ഒരു കോൺട്രിബ്യൂഷൻ ഓഫ് എ വുമൺ ഓഫ് എ സയൻസ്, മാൻ ഓഫ് സയൻസ് അല്ല, വുമൺ ഓഫ് സയൻസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വേൾഡിൽ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 13 women have now won the Nobel Prize for മെഡിസിന് വേണ്ടിയുള്ള നൊബേൽ പ്രൈസിൽ 13 പേർക്കാണ് ഇതുവരെയുള്ളതിൽ കിട്ടിയിട്ടുള്ള സ്ത്രീകൾക്ക് 13 സ്ത്രീകൾക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ വേൾഡിൽ കേട്ടോ. ഗ്ലോബലി നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ 13 സ്ത്രീകൾക്കാണ് നൊബേൽ പ്രൈസ് ഫോർ ഇത് കിട്ടിയിട്ടുള്ളത്, മെഡിസിൻ കിട്ടിയത്. ഔട്ട് ഓഫ് 2025 അവാർഡ് ചെയ്യപ്പെട്ടവരിൽ 225 പേരിൽ 13 പേർക്കാണ് ഇതിന് വേണ്ടിയിട്ട് മെഡിസിന് വേണ്ടിയിട്ടുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൺലി 62 women have won any Nobel Prize against 894 men so far. അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ് ഇപ്പോൾ ഇതുവരെ 13 മെഡിസിൻ്റെ കാര്യത്തില്ല, 62 മൊത്തം നൊബേൽ പ്രൈസ് എടുത്ത് നോക്കൂ. ഇതുവരെയുള്ള ഏതൊക്കെ നൊബേൽ പ്രൈസസ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ ബ്രാഞ്ചിൽ നൊബേൽ പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ടോ ആ മേഖലയിൽ 894 മെന്നിന് അഗൻസ്റ്റ് ആയിട്ട് 62 സ്ത്രീകളെ ഇതുവരെ വന്നിട്ടുള്ളൂ, 100 പേര് പോലും ആയിട്ടില്ല. സോ അങ്ങനെ പറയുമ്പോൾ സിഗ്നിഫിക്കൻസ് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് വിമൻ, ഒരു വുമൺ വിന്നിങ് എ നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഫസ്റ്റ് ഇതിൽ പറയുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. The best outcomes inevitably emerge from intersectoral collaborations and steadfast scientific research conducted against all odds.
എന്തൊക്കെ പ്രതിസന്ധികൾ വരുന്ന സമയത്തും അതിനെയൊക്കെ നമ്മൾ തോറ്റു പോകും, സക്സസ് കിട്ടാൻ വളരെ ചാൻസ് കുറവാന്ന് പറയുന്ന സമയത്തും സാഹചര്യത്തിനൊക്കെ എതിരെ പൊരുതിക്കൊണ്ട് അഗൻസ്റ്റ് ഓൾ ഓഡ്സ് എന്ന് പറഞ്ഞാൽ അച്ചീവ് സക്സസ് ഡെസ്പൈറ്റ് ഓഫ് ഓൾ ഡിഫിക്കൽട്ടീസ്, അതാണ് അഗൻസ്റ്റ് ഓൾ ഓഡ്സ്, എല്ലാത്തിനും എതിരെ വളരെ സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട് വളരെ ഫേം ആയിട്ടുള്ള സയന്റിഫിക് റിസർച്ച് നടത്തി കൊളാബറേഷനോട് നടത്തിയിട്ടാണ് ഇവർക്ക് ഈ ഇതിലോട്ട് വരിക. അല്ലെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കംസ് വരുന്ന അങ്ങനെയാണ്, കൊളാബറേഷൻസ് വരുമ്പോഴല്ലേ, യൂണിറ്റി എന്ന് പറയില്ലേ, അതാണ് എപ്പോഴും പറയുന്നത്, ഒത്തുപിടിച്ച മലയും പോരും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഗതി തന്നെ. യുണൈറ്റഡ് ആയിട്ട് നമ്മളൊരു കൊളാബറേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ അതിന് നല്ല എഫക്റ്റ് കിട്ടും. മാത്രമല്ല അത് ഫേം ആയിട്ടിരിക്കണം, ഒട്ടും ചേഞ്ച് ചെയ്യാൻ പാടില്ല, അല്ല ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ തന്നെ കൊണ്ടുവരണം. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറ്റും. ഹംഗേറിയൻ ബയോകെമിസ്റ്റ് ആണ്, ഓർത്ത് വെച്ചോണം. ഈ നൊബേൽ പ്രൈസിനെ പറ്റി പറയുമ്പോൾ ഇത്തവണത്തെ CAയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യം ഇവിടെ ഈ പറയുന്ന കെയ്റ്റ്ലിൻ കരീക്കോ എന്ന് പറയുന്ന പുള്ളിക്കാരി ഏത് നാട്ടുകാരി, ഹംഗേറിയൻ ബയോകെമിസ്റ്റ് ആണ് കേട്ടോ, ഒരു ഹംഗേറിയൻ ബയോകെമിസ്റ്റ് ആണ്, മറക്കണ്ട. ആൻഡ് ഓർക്കണം, കെയ്റ്റ്ലിൻ കരീക്കോ എന്ന് പറയുന്നത് ഹംഗേറിയൻ ബയോകെമിസ്റ്റ് ആണ്, ഓർക്കുക. ഷീ became fascinated with mRNA. mRNA ഭയങ്കരമായിട്ട് പുള്ളിക്കാരി അങ്ങ് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചു. when it was a mere possibility, എല്ലാവരും ഒരു പോസിബിലിറ്റി ആയിട്ട് ചിലപ്പോൾ നടക്കാം എന്നൊരു പോസിബിലിറ്റി ആയിട്ട് കണ്ടപ്പോൾ ഇവരതിനെ കണ്ടത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നി mRNAയോട്. ഇൻ ഹ്യൂമൻ സെൽസ്, മനുഷ്യ സെൽസിൽ ജനറ്റിക് ഇൻഫർമേഷൻ എൻകോഡഡ് ഇൻ DNA ഈസ് ട്രാൻസ്ഫർ ടു മെസ്സഞ്ചർ RNA. ഈ DNA-യിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് mRNA, മെസ്സഞ്ചർ RNA, mRNA. And this is then used as a template for protein production. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കും? പ്രോട്ടീൻ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ഡയറി ഫാം ഒക്കെ എഴുതുന്നവർക്ക് അല്ലെങ്കിൽ സയൻസിനെ പറ്റി നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെട്ടു, എക്സാമിനൊക്കെ വളരെ ഉപയോഗപ്പെട്ടു. mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA ആണ്. DNA-യുടെ നമ്മുടെ DNA-യിൽ എൻകോഡ് ചെയ്തിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെസ്സഞ്ചർ RNA ആണ് mRNA. അത് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് പ്രോട്ടീൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദീസ് പ്രോട്ടീൻസ് ആർ ദ മെയിൻ സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് സെൽസ്. സെൽസിലെ ഏറ്റവും സ്ട്രക്ചറൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ്. ആൻഡ് പ്ലേ എ കീ റോൾ ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. നമുക്കറിയാലേ, നമ്മുടെ ഈ സെൽസ് ഡീക്കേ ആകുമ്പോൾ നമ്മൾ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയില്ലേ, ഡെത്ത് ഡീക്കേ വരുന്ന സെൽസ് ഡീക്കേ ആയി പോകുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഈ പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ടാണ്, ഈ സെൽസിലെ പ്രോട്ടീൻസ് ആണ് ശരിക്കും ആ സെല്ലുകളുടെ ഗ്രോത്തിനും റിപ്പയറിനും കാരണമാകുന്നത്. അപ്പോൾ mRNAക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കുക. ഡ്യൂറിങ് ദ 1980s, 1990-കളിൽ a method called in vitro transcription, ഒരു ഇൻ വിട്രോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കേട്ടോ, എടുത്ത് പറയുന്ന ഒരു മെത്തേഡാണ് ഇൻ വിട്രോ ട്രാൻസ്ക്രിപ്ഷൻ, പെർമിറ്റഡ് ദ ഐഡിയ ഓഫ് യൂസിങ് mRNA ഫോർ വാക്സിൻ ആൻഡ് തെറപ്പി ടു ടേക്ക് ഓഫ്. അപ്പം ഇവിടെ എന്താ പറയുക, 1980s സമയത്ത് ഇൻ വിട്രോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന യൂസേജ് വെച്ചിട്ട് mRNA, മെസ്സഞ്ചർ RNA യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാക്സിനായിട്ട് mRNA യൂസ് ചെയ്തിട്ട്, ഒരു വാക്സിന് വേണ്ടിയിട്ട് mRNA ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, തെറപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആൻഡ് വാക്സിനായിട്ട് തെറപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് ടു ടേക്ക് ഓഫ്, ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി, പോപ്പുലർ ആകുക വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ടേക്ക് ഓഫിന് ആ അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതല്ലാതെ ടേക്ക് ഓഫ് ഫ്ലറിഷ് ചെയ്യുക അല്ലെങ്കിൽ പോപ്പുലർ ആവുക എന്നർത്ഥം കൂടെ ഉണ്ട്. ബട്ട് enthusiasm to work on this flagged as several hurdles emerged. അപ്പോൾ ഇങ്ങനെ ഇതിനെപ്പറ്റി ചെയ്യാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ഹേർഡിൽസ് വരികയും, ഇൻക്ലൂഡിങ് ചാലഞ്ചസ് ഇൻ ഡെലിവറി ആൻഡ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. അപ്പോൾ ചിലപ്പോൾ ഡെലിവറി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഒക്കെ അതിൽ അഫക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അൺഡിറ്റേർഡ്, പക്ഷെ തോറ്റു കൊടുത്തില്ല. കെറിക്കോ kept on the course of developing methods to use mRNA for therapy. പിന്നെയും പുള്ളിക്കാരി ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. when she was an assistant professor at the University of Pennsylvania. So പെൻസിൽവേനിയയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് കേട്ടോ ഈ ഹംഗേറിയൻ ബയോകെമിസ്റ്റ് ആയ കരീക്കോ. പെൻസിൽവേനിയയിലെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ദെൻ ഷീ വാസ് ദെൻ ജോയിൻഡ് ബൈ ഇമ്മ്യൂണോളജിസ്റ്റ് വെസ്മൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊളാബറേഷനായിട്ട് ഇമ്മ്യൂണോളജിസ്റ്റ് ആയിട്ടുള്ള ഇവർ ബയോകെമിസ്റ്റ് ആണ് അല്ലേ, പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ ഡ്രൂ വെസ്മൻ ഒരു ഇമ്മ്യൂണോളജിസ്റ്റ് ആണ്. ഇവർ ഇതിലോട്ട് കൂടിച്ചേരുകയും who was studying dendritic cells. Dendritic cells are ന്യൂട്രോണിലെ ഉള്ള സെൽസ് ആണ്. ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചർ ഓഫ് സെൽസിനെയാണ് ഡെൻട്രിക് സെൽസ് എന്ന് പറയാം. ഈ ഡെൻട്രിക് സെൽസ്, ഡെൻഡ്രൈറ്റ്സ് അറിയില്ല, ഡെൻഡ്രൈറ്റ്സ്, ആ ഡെൻട്രിക് സെൽസ് ഹാവ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഇൻ ഇമ്മ്യൂൺ സർവൈലൻസ് ആൻഡ് ആക്ടിവേഷൻ ഓഫ് വാക്സിൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. വാക്സിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് കുറച്ചുകൂടെ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വാക്സിൻ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റഡ് ആകുമെന്ന് അതിനുവേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇമ്മ്യൂണോളജിസ്റ്റ് ആയ വെസ്മൻ. അങ്ങനെ ഡെൻട്രിക് സെൽസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഡെൻട്രിക് സെൽസിലോട്ടുള്ള നമുക്ക് ഈ വാക്സിൻസ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് കൂട്ടാൻ പറ്റുമെന്നൊരു ഐഡിയയിലോട്ട് വരുമായിരുന്നു. ഓവർ ദി ഇയേഴ്സ്, ബൈ മേക്കിംഗ് ബേസ് മോഡിഫിക്കേഷൻ ടു mRNA, they managed to ease delivery paths and get rid of inflammatory reactions. അങ്ങനെ നൈസായിട്ട് അവർ പയ്യെ വർഷങ്ങളോളം എടുത്തത് പഠിക്കുകയും അതിന്
അതിനുശേഷം അവർക്ക് മനസ്സിലായി ഡെലിവറി പാർട്സ് ഏതൊക്കെയാണ്, കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള ഡെലിവറി പാർട്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയും ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാം, നൈസായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാക്കും. ആൻഡ് ഇൻ ക്വയറ്റ് ഐഡിയ വാസ് ഫൈനലി ടീസ്ഡ് ഇൻ ടു ഫ്രൂഷൻ. അങ്ങനെ ഫ്രൂഷൻ അച്ചീവ്മെന്റ് സക്സസിലോട്ട് വരികയുണ്ടായി. ഒരു ഇൻകൊളേറ്റ് ആയിട്ട് ഫുള്ളി പാർഷ്യലി ഡെവലപ്ഡ് ആയിട്ടൊരു ഐഡിയ. ഇൻകൊളേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പകുതി ഫോം ചെയ്തൊരു ഐഡിയ, പാർഷ്യലി ഫോംഡ് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ പാർഷ്യലി ഡെവലപ്ഡ് ആയിട്ടൊരു ഐഡിയ വരികയും അങ്ങനെ അത് ഫ്രൂഷനിലോട്ട് വരികയും ചെയ്യുകയാണ് ചെയ്തത് ഈ ഒരു അച്ചീവ്മെന്റിൽ കാരണമായത്. ദിസ് വാസ് 2005, 2005 ഈ ഒരു കാര്യം നടന്നത് കേട്ടോ. 15 years ബിഫോർ COVID-19 പാൻഡമിക്. 2005 ഇവർ ഈ ഒരു ഫ്രൂഷനിലോട്ട് എത്തിയത്, കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ 15 വർഷം മുമ്പ്, COVID-19 ഒക്കെ വരുന്നതിന് മുമ്പ് 15 വർഷം മുമ്പ് ഈ ഒരു കാര്യം കണ്ടുപിടിക്കുകയും ബട്ട് ദ ടൈം ഇൻ കോണ്ടെക്സ്റ്റ് അറൈവ് ഇൻ 2019. പക്ഷേ ഈ ഒരു ആവശ്യം, ഇതും കൊണ്ടുള്ള ആവശ്യം വന്നത് 2019. അതുവരെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. വെൻ സയന്റിസ്റ്റ് തോട്ട് ദാറ്റ് mRNA വാക്സിൻ ടു ഇൻസ്ട്രക്ട് ഹ്യൂമൻ സെൽ ടു മേക്ക് ദ S protein ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് COVID-19 വൈറസ്. COVID-19 വൈറസിലെ S പ്രോട്ടീനിന്റെ ആ ഒരു കണ്ടുപിടിക്കുകയുണ്ടായപ്പോൾ പ്രോട്ടീൻ ഇത് വെച്ചിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂർ ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയയിലോട്ട് ഇവർ 2019 വരികയും അങ്ങനെ mRNA വാക്സിൻസ് യൂസ് ചെയ്യുകയും ചെയ്തു. ദിസ് കോസസ് ദ ബോഡി ടു ക്രിയേറ്റ് ആന്റിബോഡീസ് വിച്ച് വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ദ വൈറസ്. ആണ് നമ്മൾ പറഞ്ഞില്ലേ, ഇമ്മ്യൂൺ റെസ്പോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആന്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്യുകയും അത് വൈറസിനെ ഫൈറ്റ് ചെയ്യുന്നു. ഇഫ് ദ ഇൻഡിവിജ്വൽ വോർ ടു കോൺട്രാക്ട് ദ ഇൻഫെക്ഷൻ. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അവരിലോട്ട് ഈ ഇതിന് വേണ്ടിയിട്ടുള്ളത് കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് കൂട്ടാൻ പറ്റുകയും ആന്റിബയോട്ടിക് ബോഡീസ് എന്ത് ചെയ്യും, അവരുടെ വൈറസിനെ ഫൈറ്റ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ദ റെസ്റ്റ് ഓഫ് കോഴ്സ് ഇസ് ഹിസ്റ്ററി. പിന്നെ ബാക്കി നടന്നതൊക്കെ ഹിസ്റ്ററിയാണ്, നമ്മൾ അറിയാവുന്ന കാര്യമാണ് അല്ലേ. വളരെ ബ്യൂട്ടിഫുള്ളി റിട്ടേൺ ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് പീസ് ഓഫ് ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഈ അനാലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ എന്ന് വിളിക്കാൻ പറ്റില്ല, ഇറ്റ്സ് എൻ ഇൻഫർമേറ്റീവ് പീസ് ഓഫ് ആർട്ടിക്കിൾ എന്ന് തന്നെ പറയണം. ആൻഡ് വളരെ ബ്യൂട്ടിഫുള്ളി റിട്ടേൺ ആണ്. അപ്പോൾ കുറേ ഐഡിയ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. 2019 നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയത്, പക്ഷേ 2015 ഇത് കണ്ടുപിടിച്ചുണ്ടായി. അതുപോലെ രണ്ടുപേരും, ആൻഡ്രൂ വെസ്റ്റ്മനും അതുപോലെ തന്നെ കരിക്കോ അവർ. അപ്പം അത് മറക്കണ്ട, ഇവർ രണ്ടുപേർക്കാണ് ഇത് അച്ചീവ്മെന്റ് കിട്ടി, നൊബേൽ പ്രൈസ് ആണ്. അപ്പോൾ ഒരാൾ ഇമ്മ്യൂണോളജിസ്റ്റ്, ആൻഡ്രൂ ഇമ്മ്യൂണോളജിസ്റ്റ്, മറ്റേ ആൾ ബയോകെമിസ്റ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു, ഹംഗേറിയൻ ബയോകെമിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേർഡ്സിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ സെറ്റാന്ന് വിചാരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, അപ്പോൾ നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇംഗ്ലീഷ് വിത്ത് റിന്റു എന്ന ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. എപ്പോഴും എല്ലാ ദിവസവും നോട്ട് നമ്മൾ ഇടും. അതുകൂടാതെ നമുക്ക് ആപ്പിൽ, നിങ്ങൾ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ആപ്പിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോട്ട് അവൈൽ ചെയ്യാൻ പറ്റും. അവിടെ PDF അപ്ലോഡ് ചെയ്യും, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക ആപ്പ്, എന്നിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് കൊടുക്കാൻ മറക്കണ്ട. അതിൽ കമ്മ്യൂണിറ്റി എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് കാണാൻ പറ്റും കേട്ടോ, മറക്കണ്ട. അപ്പോൾ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടോളൂ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സിലോട്ട് പോകാം. ഇന്ന് കുറച്ചധികം ഫ്രേസൽ വേർബ്സ് ആൻഡ് ഇഡിയംസ് ഒക്കെ ഉണ്ട്, നിങ്ങളിത് കണ്ടില്ല. ഇന്ന് കുറച്ചധികം ഇഡിയംസ് ശരിക്കും പറഞ്ഞുള്ളത്. അപ്പോൾ ഷോർട്ട് ഇൻ ദ ആം ആദ്യം നമ്മൾ പറഞ്ഞു, ആൻ എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ആൻ എൻകറേജിങ് സ്റ്റിമുലസ്, ഒരു ബൂസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, SSCക്കും മറ്റ് എക്സാമുകൾക്കും ബാങ്കിനും PSCക്കും ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് ഇൻ ദ ആം എന്ന് പറയുന്ന യൂസേജ് അതിന്റെ അർത്ഥത്തിലുള്ളൂ ആൻ എൻകറേജ്മെന്റ്, ആൻ എൻകറേജിങ് സ്റ്റിമുലസ്, അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഫിൽപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ഷോർട്ട് ഇൻ ദ ആം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോണം കേട്ടോ, ഷോർട്ട് ഇൻ ദ ആം. ഗുഡ് മോർണിംഗ് പീപ്പിൾ. ഓക്കെ, യെസ്, ഷോർട്ട് ഇൻ ദ ആം ഓർത്ത് വെച്ചോളാം. അടുത്തത് ടിക്ക് ഓൾ ദ ബോക്സസ്. എല്ലാ ബോക്സും നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, യു ഫുൾഫിൽ ഓൾ ദ റിക്വയർമെന്റ്സ്. ആവശ്യമുള്ള റിക്വയർമെന്റുകളൊക്കെ, നെസസറി റിക്വയർമെന്റുകളെല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, ടിക്ക് ഓൾ ദ ബോക്സസ് എന്ന് പറയാം അല്ലേ. നമ്മളൊരു സർവേ എടുക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ ബോക്സും ടിക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ യു ഫുൾഫിൽ ഓൾ ദ റിക്വയർമെന്റ്സ് എന്നാണ് അർത്ഥം അല്ലേ. അതിനാണ് നമ്മൾ ഫിൽ ഓൾ ദ ബോക്സസ് ഒക്കെ പറയില്ല, അതിൻ്റെ അർത്ഥം എല്ലാ റിക്വയർമെന്റ്സും ഫില്ല് ചെയ്യണം, അതാണ് പറയുന്നത് സംഭവം. അത് ഓർത്ത് വെച്ചാൽ മതി. ഫുൾഫിൽ ഓൾ ദ റിക്വയർമെന്റ്സ് ഒരു ബ്രിട്ടീഷ് ഇഡിയമാണ്, ഇത് ഒരു ബ്രിട്ടീഷ് ഇഡിയമാണ്, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് അല്ലാതെ അടുത്ത് ബാക്കി ചിലതൊക്കെ ചില ബ്രിട്ടീഷ് ഇഡിയം മാത്രം, ചിലത് നോർത്ത് അമേരിക്കൻ ഇഡിയം മാത്രമാണ്, ചിലയിടത്ത് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത് പക്ഷേ ബ്രിട്ടീഷുകാരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ടിക്ക് ഓൾ ദ ബോക്സസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ചിലത് നേറ്റീവ് ആയിട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് ഇംഗ്ലീഷുകാർ മൊത്തത്തിൽ എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലും നേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷ് ഇഡിയമാണ്, ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ. എഗൻസ്റ്റ് ഓൾ ഓഡ്സ്, അതും നമ്മുടെ ഇഡിയമാണ്, അർത്ഥത്തുള്ളൂ. ഡെസ്പൈറ്റ് സക്സസ് ബീങ് അൺലൈക്ലി, സക്സീഡ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പൊരുതി നേടുന്ന വിജയം എന്നൊക്കെ പറയില്ല. ഷീ ഹാഡ് സെക്യൂർഡ് ഫസ്റ്റ് അഗൻസ്റ്റ് ഓൾ ദ ഓഡ്സ്, അതായത് വിജയിക്കാൻ ഒരു ചാൻസും ഇല്ലാതിരുന്ന സമയത്ത് അവൾ വിജയിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഇലക്ഷനൊക്കെ നമ്മൾ വിചാരിക്കില്ലേ, തോറ്റു പോകുമെന്ന് വിചാരിക്കുന്ന സമയത്തൊക്കെ ചിലർ ജയിച്ചു വരുന്നത് ഇങ്ങനെയാണ്, അഗൻസ്റ്റ് ഓൾ ഓഡ്സ് ആണ്. ഡെസ്പൈറ്റ് ബീങ് സക്സസ് ബീങ് അൺലൈക്ലി, against all the difficulties, അത് അർത്ഥത്തിലാണ് നമ്മൾ പറയാം against all odds എന്ന് പറയാം. പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇഡിയമാണ്. ഓക്കെ, against all odds. അടുത്ത് നോക്കിയേ, ടേക്ക് ഓഫ് ചെയ്യുക. ടേക്ക് ഓഫ് നമ്മൾ കേട്ട് പരിചയമുണ്ടല്ലേ. എന്താ ടേക്ക് ഓഫിന്റെ അർത്ഥം? ഒന്ന്
ലീവ് ദ ഗ്രൗണ്ട് അല്ല, എയർക്രാഫ്റ്റ് ഒക്കെ ഏത് എയർക്രാഫ്റ്റ് ആണെങ്കിലും പ്ലെയിന് അല്ലെങ്കിൽ എന്ത് എയർക്രാഫ്റ്റും ടേക്ക് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലീവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ട് വിട്ട് മുകളിലോട്ട് പോയി, അതാണ് ലീവ് ദ ഗ്രൗണ്ട് ടേക്ക് ഓഫിന് ഒരർത്ഥം. വേറെ ടേക്ക് ഓഫ് യുവർ ഹാറ്റ്, ടേക്ക് ഓഫ് യുവർ ഷൂസ് ഊരണേ. ചിലർ വീട്ടിൽ വരുമ്പോൾ അവർ പറയില്ല ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റില്ല അല്ലെ, ടേക്ക് ഓഫ് യുവർ ഷൂസ് പറയും. അപ്പൊ ടേക്ക് ഓഫ് എന്നാൽ റിമൂവ് അല്ലെ, ടേക്ക് ഓഫ് യുവർ ക്ലോത്ത്സ്, ഡ്രസ്സൊക്കെ അല്ലെ, ടേക്ക് ഓഫ് യുവർ കോട്ട്, ആ കോട്ട് അങ്ങ് ഊരി വെക്കുക എന്ന് പറയില്ലേ. ആ ടേക്ക് ഓഫിന്റെ അർത്ഥം ഹാറ്റ് ഊരി വെക്കുക അങ്ങനെ പറയില്ലേ. അപ്പൊ ടേക്ക് ഓഫിന് റിമൂവ് എന്നൊരു അർത്ഥം കൂടെയുണ്ട്. പിന്നെ ടേക്ക് ഓഫിനാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര പോപ്പുലർ ആയിട്ട് പോവാ, ടു ബി പോപ്പുലർ, വളരെ പോപ്പുലർ ആയിട്ട് പോവുക, അതിനെ അർത്ഥം ടേക്ക് ഓഫ് ചെയ്യാന്ന് പറയും. അതായത് നമ്മൾ വളരെ പോപ്പുലറായി ഇത് പുതിയ ബുക്ക് ഭയങ്കര പോപ്പുലറായി എന്നൊക്കെ പറയാം. ഹെർ ബുക്ക് ഹാസ് ടേക്കൺ ഓഫ് ഇൻ ദ ചാർട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പോപ്പുലറായി, ഇപ്പം ആൾക്കാരായിട്ട് ഭയങ്കര പോപ്പുലർ എന്നൊക്കെ പറയും. ഉയർന്നിട്ടുണ്ട്, നല്ല പ്രശസ്തി ഉയർന്നിട്ടുണ്ട്, അങ്ങനെ അർത്ഥത്തിൽ ടേക്ക് ഓഫ് എന്ന് പറയും. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ഒരു ടേക്ക് ഓഫ് എന്ന് പറയും, ഈ ഒരു ഐഡിയ ടേക്ക് ഓഫ് ചെയ്തു എന്നൊക്കെ പറയുന്നത് പോപ്പുലറായി എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ടേക്ക് ഓഫ് എന്ന യൂസേജ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ വായിച്ചു നമ്മുടെ mRNA ആ ടേക്ക് ഓഫ് നമ്മൾ വായിച്ചത് ഇന്ന് ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ. Teachers act as a shot in the arm while preparing for competitive exams. Great. Kalpana Chawla, K capital, C capital, Aditya, became a shot in the arm for all the women. Women madi, women's venda. Women ennu parayunnathu plural ah. Woman aanu singular. Woman singular aanu. Woman. Man parayunna pole woman singular aanu. Appo adinte plural endha? Women plural. മനസ്സിലായോ? അല്ലാതെ വിമൻസ് എന്ന് കൊടുക്കരുത്, അത് തെറ്റാ. അടുത്ത അൺഡിറ്റേർഡ്, ഡിറ്റർ ചെയ്യാത്ത, ഡിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്വേഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യാന്നാണ്. അപ്പൊ അൺഡിറ്റേർഡ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അൺഡിറ്റേർഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോട്ട് ബീങ് ഡിസ്വേഡഡ്, നോട്ട് ബീങ് ഡിസ്കറേജ്, ഒരു തരത്തിലും നമ്മൾ ഡിസ്കറേജ് ചെയ്യപ്പെടാതെ എന്നർത്ഥം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ആർട്ടിക്കിളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ലൈവിലുള്ളവർ എന്താ ഒരു ലൈക്ക് ഒന്നും ഇടാത്ത പിള്ളേരെ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ നോക്കാം. അൺഡിറ്റേർഡ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നോട്ട് ബീങ് ഡിസ്കറേജ് ചെയ്യപ്പെടാതെ, ഡിസ്വേഡ് ചെയ്യപ്പെടാതെ എന്നാണ് പറയുന്നത്. അൺഡിറ്റേർഡ് എന്ന് അർത്ഥം ഓർത്ത് വെച്ചോണേ. ഡിറ്റർ ചെയ്യപ്പെടാതെ എന്ന് പറഞ്ഞാൽ ഡിസ്കറേജ് ചെയ്യപ്പെടാതെ, ഡിസ്വേഡ് ചെയ്യപ്പെടാതെ. അപ്പൊ അൺഡിറ്റേർഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, അതിന്റെ അർത്ഥം ഇതാണ്, നോട്ട് ബീങ് ഡിസ്കറേജ്ഡ് അല്ലെങ്കിൽ നോട്ട് ബീങ് ഡിസ്വേഡഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. ദ സക്സസ്ഫുൾ ലോഞ്ചിങ് ഓഫ് Chandrayaan 3 is a shot in the arm for not only scientists but also all Indians. Yes, that's great. Before applying for the examination, you should tick all the boxes. That's great. അടുത്ത നോക്കാം. ഇൻക്വയറ്റ് കുറച്ച് നമ്മൾ പറഞ്ഞാണ് ഇൻക്വയറ്റ് അല്ലെ. ഇൻക്വയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഫുള്ളി ഫോംഡ് അല്ലെങ്കിൽ നോട്ട് ഫുള്ളി ഡെവലപ്ഡ്, കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് അല്ല, അതായത് പാർട്ട്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള, പാർട്ട്ലി ഫോംഡ് ആയിട്ടുള്ള ഒന്ന്, അതിനാണ് ഇൻക്വയറ്റ് എന്ന് പറയുക. അഡ്ജക്റ്റീവ് ആണ് ഇൻക്വയറ്റ്. ഇൻക്വയറ്റ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വൺ വേർഡ് ആണ്. ഇൻക്വയറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫുള്ളി ഫോംഡ്, അതായത് പാർട്ട്ലി ഫോംഡ് ആണ്, പാർട്ട്ലി ഡെവലപ്ഡ് ആണ്, അതിനെ ഇൻക്വയറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഓർത്ത് വെച്ചോളാം കേട്ടോ, ഇൻക്വയറ്റ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. And I'm waiting to tick all the boxes after getting a good job. That's great. We need to tick all the boxes while applying. Applying for any competitive exam. Get us anle. You should tick all the boxes for attending the interview. That's great. Adana ഒരു എക്സാമിന് പോകുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാ റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർത്ത് ടിക്ക് ഓൾ ദ ബോക്സസ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഹാവ് ദ ലാസ്റ്റ് ലാഫ്. നമ്മൾ അവസാനം ചിരിക്കുന്ന അവസ്ഥ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാവ് ദ ലാസ്റ്റ് ലാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ചിരിച്ച് ബീങ് ലാഫ്ഡ് അറ്റ്, വി വർ ബീങ് ലാഫ്ഡ് അറ്റ്, അവസാനം യു ഹാവ് ദ ലാസ്റ്റ് ലാഫ് അല്ലെങ്കിൽ ഗെറ്റ് ദ ലാസ്റ്റ് ലാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സക്സീഡ്. ഗെറ്റ് അല്ലെങ്കിൽ ഹാവ് ദ ലാസ്റ്റ് ലാഫ് എന്ന് പറഞ്ഞൊരു ഇഡിയമുണ്ട്. അർത്ഥം ഇതാണ്, സക്സീഡ് ആഫ്റ്റർ ബീങ് ഡൗട്ടഡ്. പല ആൾക്കാരും നമ്മളെ ഡൗട്ട് ചെയ്തിട്ട്, പല ആൾക്കാരും നമ്മളെ പരിഹസിച്ചിട്ട് അവസാനം നമ്മൾ സക്സീഡ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് ഹാവ് ദ ലാസ്റ്റ് ലാഫ് എന്ന് പറയാം. ഹാവ് ദ ലാസ്റ്റ് ലാഫ് എന്ന് പറഞ്ഞാൽ സക്സീഡ് ആഫ്റ്റർ ബീങ് ഡൗട്ടഡ് ബൈ അതേഴ്സ്, സക്സീഡ് ആഫ്റ്റർ ബീങ് ലാഫ്ഡ് അറ്റ്. മറ്റുള്ളവരെ നമ്മളെ ചിരിച്ച് പരിഹസിച്ച് തള്ളി ഡൗട്ട് ചെയ്ത സമയത്ത് ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന പൊരുതി അവസാനം നമ്മൾ സക്സീഡ് ചെയ്ത അവസ്ഥയ്ക്കാണ് ഹാവ് ദ ലാസ്റ്റ് ലാഫ് എന്ന് പറയാം കേട്ടോ. സക്സീഡ് ആഫ്റ്റർ ബീങ് ലാഫ്ഡ് അറ്റ് അല്ലെങ്കിൽ സക്സീഡ് ആഫ്റ്റർ ബീങ് ഡൗട്ടഡ് ബൈ അതേഴ്സിനെയാണ് ഹാവ് ദ ലാസ്റ്റ് ലാഫ് എന്ന് പറയാം. അടുത്തത് ഇൻ വോഗ്. എന്താണ് ഇൻ വോഗ് എന്ന് പറഞ്ഞാൽ? വെരി പോപ്പുലർ അല്ലെങ്കിൽ ഫാഷനബിൾ. ഇൻ വോഗ്, വോഗ് എന്ന മാഗസീൻ അറിയില്ലേ, ഫാഷൻ മാഗസീൻ ആണ്. സോ ഇൻ വോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി പോപ്പുലർ, വെരി ഫാഷനബിൾ ആയിട്ടുള്ള, അതാണ് ഇൻ വോഗ് എന്ന് പറയാം. സംതിങ് ഈസ് ഇൻ വോഗ്, ഇപ്പം ഇത് ഭയങ്കര ഫാഷനിലുള്ള ഒരു സംഗതിയാണ് എന്ന് പറയാം. ഇൻ വോഗ് ആണെന്ന് പറഞ്ഞാൽ ആ ഫ്രേസിന്റെ അർത്ഥം ഇതാണ്, ഇഡിയമാണ്. അർത്ഥം വെരി പോപ്പുലർ ആണ്, വെരി ഫാഷനബിൾ ആണ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ത്രോപ്പിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് ത്രോപ്പ് ചെയ്യുക, ഛർദ്ദിക്കുക,
പിന്നെ വൊമിറ്റ് ഒന്ന്. അടുത്തെന്താ? പ്രൊഡ്യൂസ്. ഒരു കാര്യം ത്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു ത്രോ എ പാർട്ടി നെക്സ്റ്റ് വീക്ക്. അടുത്ത വീക്കിൽ ഞാനൊരു പാർട്ടി റേസ് ചെയ്യുന്നുണ്ട്. റേസ് സംതിങ് ക്വിക്ലി, പെട്ടെന്ന് ഐ എം ഗോയിങ് ടു ത്രോ എ പാർട്ടി. അല്ലെങ്കിൽ പറയാറുണ്ട് ബിവെയർ ഹി മൈ ത്രോ അപ്പ് എ സർപ്രൈസ്. അല്ലെ, അവരെ ഒന്ന് സൂക്ഷിച്ചോ, അവർ ചിലപ്പോൾ ഇവരെ സർപ്രൈസും ത്രോപ്പ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്യാന്ന് അർത്ഥമുണ്ട്, റേസ് സംതിങ് എന്ന് അർത്ഥമുണ്ട്, പിന്നെ ത്രോപ്പിനെ ക്വിറ്റ് ചെയ്യാന്ന് അർത്ഥമുണ്ട്. അല്ലെ, ത്രോപ്പ്, ഡോണ്ട് ത്രോപ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി വെറുതെ കളയല്ലേടാ, അല്ലെ, ക്വിറ്റ് ചെയ്ത് കളയല്ലേ, ഒഴിവാക്കി കളയല്ലേ എന്നുള്ള അർത്ഥത്തിലുണ്ട്. ഗിവ് അപ്പ് ചെയ്യുക, അതാണ് അബാൻഡൻ ചെയ്യുക, ക്വിറ്റ് ചെയ്യുക, അബാൻഡൻ ചെയ്യുക അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ് നമ്മുടെ ത്രോപ്പിനുള്ളത്. ഓർത്ത് വെച്ചോളൂ. ത്രോപ്പിന് പല അർത്ഥം, 4 അർത്ഥം ഇവിടെ ഞാൻ ഓൾറെഡി പറയാണ്. വൊമിറ്റ്, പ്രൊഡ്യൂസ്, ക്വിറ്റ് അല്ലെങ്കിൽ റേസ് സംതിങ് ക്വിക്ലി എന്നുള്ള യൂസേജ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചോളാം. യെസ്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ഓഡ്സ്. ഓക്കെ, അഗൻസ്റ്റ് ഓൾ ഓഡ് ആണ് കറക്റ്റ് കേട്ടോ ആതിര. അഗൻസ്റ്റ് ഓൾ ഓഡ്സ് എന്നാണ് നമ്മൾ എന്താ പറയാ, ആ ഇഡിയം അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അത് തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഡ്യൂ ടു ഹെവി റെയിൻ ദ ക്രിക്കറ്റ് മാച്ച് വാസ് ഫോഴ്സ്ഡ് ടു ടേക്ക് ഓഫ്. ഗ്രേറ്റ്. ഹി അച്ചീവ് ദി സക്സസ് ഇൻ സ്പൈറ്റ് ഓഫ്, അതാണ് പറഞ്ഞത് അഗൻസ്റ്റ് ഓൾ ഓഡ്സ് കൊടുക്കണം ആതിര. ഹി സക്സീഡ്, ഹിസ് സക്സീഡ് ഈസ്, ഹിസ് സക്സീഡ് അല്ലടാ, സക്സീഡ് അല്ല നൗണ്, സക്സസ് ആണ് നൗണ്. സൺലേ സക്സസ്, സക്സീഡ് മാറ്റി സക്സസ് ആക്കുക. സക്സീഡ് എന്ന് പറയുന്നത് വെർബാ, അതിന്റെ V2 ആണ് സക്സീഡഡ്. സക്സസ് ആണ് അതിന്റെ നൗണ്. ഓർത്ത് വെച്ചോണം കേട്ടോ, മറക്കല്ലേ, അത് തമ്മിൽ മാറിപ്പോയ പണി പാടും. ഓക്കെ. പാസഞ്ചേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു റീച്ച് നിയർ ദി ഫ്ലൈറ്റ് ഓൺ ടൈം. ഇറ്റ് ഈസ് നൗ പ്രിപ്പയറിംഗ് ടു ടേക്ക് ഓഫ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചധികം വേർഡ്സ്, വൺ വേർഡ് സിനോണിംസ് ആൻഡ് ഇഡിയംസ് ഉണ്ടെന്ന്. സിനോണിംസ് അല്ല, ഫ്രേസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ് ഉണ്ട്. ഓർത്ത് വെച്ചോളാം. ഇന്ന് പുതിയത് കുറച്ചുണ്ട്, പുതിയ വാക്കുകൾ കുറച്ചുണ്ട്. ഓർത്ത് വെക്കുക. ആൻഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സെന്റൻസ് റെക്കോർഡിംഗ് കാണുന്നവർ സെന്റൻസ് ഫ്രെയിം ചെയ്ത് കോമന്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു അവർ സിനോണിംസ് ആന്റണിംസ്. മനസ്സിലായെങ്കിൽ തംസ് ഇട്ടോളൂ. നമ്മുടെ കേസിന്റെ ബാച്ച് ലോഞ്ച് ചെയ്തിരുന്നു. നമ്മൾ ക്ലാസ്സുകൾ ഉഷാറായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ജിക്കാണ് കവർ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ നവംബർ 1-ാം തീയതി വരും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷയോടിരിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ തുടങ്ങാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ഇനി എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈ ആർ യു വെയിറ്റിംഗ്, അല്ലേ? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? വേഗം വരിക, ജോയിൻ ചെയ്യുക, പഠിക്കുക. 4399 രൂപയ്ക്ക് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ആഫ്റ്റർ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അതിന് അവൈലബിൾ ആണ്. ഇത് മെഗാ പാക്കിലുള്ള പ്രീമിയം ബാച്ച് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. അതല്ലാതെ ഇപ്പോൾ 2-3 എക്സാമിനൊക്കെ പഠിക്കുന്നവരാണ് മെഗാ പാക്ക് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആണിത്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. 4500 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് മെഗാ പാക്ക് പർച്ചേസ് ചെയ്താൽ എല്ലാ കോഴ്സുകളും, 1 വർഷത്തേക്കുള്ള എല്ലാ കോഴ്സുകളും, അതിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് സീരീസ്, ഇ ബുക്സ് അതുപോലെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് പരമാവധി ഏതൊക്കെ എക്സാമിന് പഠിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. വീഡിയോ കോഴ്സുകൾ അവൈലബിൾ ആണ്. നേരത്തെ പ്രയറായിട്ട് റെക്കോർഡഡ് വീഡിയോസ് ഉള്ള വീഡിയോ കോഴ്സുകൾ അവൈലബിൾ ആണ് അതിലൂടെ. അതുപോലെ നമ്മുടെ SSC CGL ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങനെയാണ്, നമ്മൾ ഒരു ലോങ് ടേം പ്രോസസ്സിൽ അടുത്ത കാലണ്ടർ SSCയുടെ കാലണ്ടർ വരുമ്പോഴേക്കും നമ്മൾ SSC CGL വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് റിവൈസും ചെയ്ത് മോക്ക് ടെസ്റ്റിലൊക്കെ അറ്റൻഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ 5 മാസത്തെ കോഴ്സാണ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ട് ജോയിൻ ചെയ്യുക. 21-ാം തീയതി നമ്മൾ തുടങ്ങിയതാണ്. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. 2400 രൂപയ്ക്കുള്ളിൽ കോഴ്സ് അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ കയറിയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ബൈ നൗ ഓപ്ഷൻ കൊടുത്തിട്ട് കോഡ് അപ്ലൈ ചെയ്യണം കേട്ടോ. ഗെറ്റ് കൂപ്പൺ കോഡിൽ Y314 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അവൈൽ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പും ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ട്, ലൈവ് ഉണ്ട്, അതിനുശേഷം റെക്കോർഡിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ക്ലാസ്സുകളുടെ പ്രത്യേകത അതാണ്. അടുത്ത പാത്ത് ബ്രേക്കിംഗ്, അതാണ് ആദ്യത്തെ സിനോണിം. നമ്മുടെ സിനോണിംസ് ആൻഡ് ആന്റണിംസിലെ ആദ്യത്തെ വാക്ക് പാത്ത് ബ്രേക്കിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞു പാത്ത് ബ്രേക്കിംഗ്, പോകുന്നൊരു വഴി ബ്രേക്ക് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺവെൻഷണൽ ഐഡിയയിൽ നിന്ന് പെട്ടെന്ന് ഒരു പുതിയ സാധനം, ദാറ്റ് മീൻസ് പൈനിയറിംഗ് ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ട്രെയിൽ ബ്ലേസറിംഗ് ആയിട്ടുള്ള, അല്ലേ? ട്രെയിൽ ബ്ലേസിംഗ് എന്ന് പറയില്ലേ, ട്രെയിൽ ബ്ലേസിംഗ്, ട്രെയിൽ ബ്ലേസർ എന്ന് പറയില്ല, പൈനിയർ എന്ന് പറയും. അപ്പൊ ട്രെയിൽ ബ്ലേസിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു സാധനം. ഇതൊരു ഇങ്ങനെ സ്ഥായിയായിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറ്റം വരുത്തുന്ന ഒരു പുതിയൊരു മാറ്റം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ട്രെയിൽ ബ്ലേസിംഗ് ആയിട്ടുള്ള, പൈനിയറിംഗ് ആയിട്ടുള്ള എന്നാണ് പാത്ത് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആന്റണിം എന്താണെന്ന് വെച്ചാൽ കൺവെൻഷണൽ, ഫെമിലിയർ, ഓൾഡ്, പഴയ രീതിയിൽ, അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ളത്, കൺവെൻഷണൽ ആയിട്ടുള്ള എന്ന് പറയും. പാത്ത് ബ്രേക്കിംഗ് ആകുമ്പോൾ അൺകൺവെൻഷണൽ, പുതിയ സാധനമാണ്, ഇന്നോവേറ്റീവ് ആണ്. അതാണ് പാത്ത് ബ്രേക്കിംഗ്. ഓർത്ത് വെച്ചാൽ മീനിങ് വെച്ചിട്ട് നമുക്ക് അതിൽ ആൻസറിലോട്ട് വരാം. പാത്ത് ബ്രേക്കിംഗ് എന്നുള്ള അഡ്ജക്റ്റീവ്. അടുത്ത് കൺഫർ ചെയ്യുക. കൺഫർ ചെയ്യുക എന്ന് പറയുന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഗ്രാൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ നൊബേൽ പ്രൈസ് ഒരാൾക്ക് കൺഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ചെയ്യുക, ബെസ്റ്റോ ചെയ്യുക, ഓണർ ചെയ്യുക എന്നൊക്കെ അർത്ഥം. ബെസ്റ്റോന്റെ കൂടെ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട്, മറക്കണ്ട. ഓൺ അല്ലെങ്കിൽ അപ്പോൺ, ഓണോ അല്ലെങ്കിൽ അപ്പോണോ രണ്ടും കറക്റ്റ്. അതുകൊണ്ട് അങ്ങനെ ഓർത്ത് വെച്ചോളാം. ബെസ്റ്റോന്റെ കൂടെ കേട്ടോ. ഓണറിന്റെ കൂടെ ഗ്രാൻഡിന്റെ കൂടെ നമുക്ക് പ്രിപ്പോസിഷൻ ഇല്ല, അത് ഓർത്ത് വെച്ചോണം. നേരെ ട്രാൻസിറ്റീവ് വെർബാണ്. പിന്നെ കൺഫറിന് വേറൊരു മീനിങ് ഉണ്ട്, കൺസൾട്ട് ചെയ്യുക, അല്ലെ ടോക്ക് ചെയ്യുക. കോൺവെർസേഷൻ ഇല്ലേ, കോൺഫറൻസ് എന്ന് പറയില്ലേ, കൺഫർ ചെയ്യുക, കൺസൾട്ട് ചെയ്യുക, ടോക്ക് ചെയ്യുക എന്നർത്ഥമുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇതാണ് വിതോൾഡ് ചെയ്യുക, പിടിച്ചു വെക്കുക, റിമൂവ് ചെയ്യുക.
പിടിച്ചു വെക്കുക, ഗ്രാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾ കൊടുക്കുകയാണ്. അപ്പോൾ വിതോൾഡ് ചെയ്യുക, പിടിച്ചു വെക്കുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ കൺഫറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം കേട്ടോ. വിതോൾഡ് അല്ലെങ്കിൽ റിമൂവ് എന്ന് പറയാം. അടുത്ത സ്റ്റെഡ് ഫാസ്റ്റ്. സ്റ്റെഡ് ഫാസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ലോയൽ ആയിരിക്കണം, റെസൊല്യൂട്ട് ആയിരിക്കണം, ഫേം ആയിരിക്കണം, ഒരു മാറ്റം വരാൻ പാടില്ല, അൺവേവറിങ് ആയിരിക്കണം. അതിനാണ് സ്റ്റെഡ് ഫാസ്റ്റ് എന്ന് പറയുക. മാറ്റം വരാതെ വളരെ ഫേം ആയിട്ട്, വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട്, റെസൊല്യൂട്ട് ആയിട്ട്, അൺവേവറിങ് ആയിട്ടുള്ളതാണ് സ്റ്റെഡ് ഫാസ്റ്റിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്ലോയൽ അല്ലെങ്കിൽ ഇറസൊല്യൂട്ട് എന്ന് പറയും കേട്ടോ. അതാണ് സ്റ്റെഡ് ഫാസ്റ്റിൻ്റെ ഓപ്പോസിറ്റ്, മറക്കണ്ട കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ബീങ് എ ഫാഷൻ ഡിസൈനർ യു ഷുഡ് ബി ഇൻ വോഗ് കേട്ടോ. ബീങ് എ ഫാഷൻ ഡിസൈനർ യു ഷുഡ് ബി ഇൻ വോഗ്. അവിടെ ബി കൊടുത്തേ, വെറും ഷുഡ് കൊടുത്താൽ ശരിയല്ല. മോഡൽ ഓക്സിലോബിലൂടെ ഒരു മെയിൻ വെർബ് വേണ്ടേ. സോ അല്ലേ യു ഷുഡ് ബി ഇൻ വർക്ക് ഫോർ ഗെറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് കൊടുക്കാം. അറ്റ് ദ ഏർലി സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ ഫോർ കോമ്പറ്റീവ് എക്സാംസ് ആസ്പിറൻസ് ആർ ഇൻ കൊളൈറ്റ് ടു സക്സീഡ് ഇൻ എക്സാം. ഓക്കെ, യെസ്, നോട്ട് ഫുള്ളി ഫോംഡ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോകാലോ. സ്റ്റെഡ് ഫാസ്റ്റ്, കൺഫർ, പാത്ത് ബ്രേക്കിംഗ്. സിമ്പിളാണ്. അടുത്ത് നോക്കാം. ഫ്രെനറ്റിക്. ഫ്രെനറ്റിക് എന്ന വാക്ക് കുറച്ച് പരിചിതമായ വാക്കായിരിക്കും. ഇതൊരു പോർട്ട്മാൻറ്റോ വേർഡാണ്. 2 വേർഡുകൾ കൂടി ചേർന്നുണ്ടായ ഒരു വാക്കാണ് പോർട്ട്മാൻറ്റോ. 2 വേർഡുകൾ കൂടി ചേർന്ന് ഒരു വേർഡിൻ്റെ ഇനിഷ്യലും മറ്റൊരു വേർഡിൻ്റെ എൻഡിങ് കൂടി കൂടി ചേർന്നുണ്ടാകുന്ന വാക്കിനെ നമ്മൾ പോർട്ട്മാൻറ്റോ വേർഡ് എന്ന് പറയും. ഇതെന്ന് പറയുക എന്താ, ഫ്രാൻറ്റിക്കും ഫ്രെൻസി എന്ന വാക്കും ഫ്രാൻറ്റിക്കും, ഫാസ്റ്റും ഫ്രെൻസിയും അല്ലെങ്കിൽ ഫ്രാൻറ്റിക്കും ഫ്രെൻസിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റും ഫ്രെൻസിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടാക്കിയാണ്, അല്ല ഫ്രാൻറ്റിക്കും ഫാസ്റ്റും കൂടെ കൂടി ചേർന്നുണ്ടാകുന്ന വാക്കിനാണ് നമ്മൾ എന്താ പറയുക, ഫ്രെനറ്റിക് എന്ന് പറയുക. ഫ്രെനറ്റിക് അർത്ഥം ഇതാണ്. ഫ്രാൻറ്റിക് അല്ലെങ്കിൽ വൈൽഡ്, ഫ്രെൻസീഡ്, വളരെ ജഗപൊക, ഭയങ്കര ഉഷാറാണ്, ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് ഫ്രെനറ്റിക് എന്ന് പറയാം. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, വളരെ കാം ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, ട്രാങ്ക്വിൽ ആയിട്ടുള്ള. ഫ്രെനറ്റിക് എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഭയങ്കര ഒച്ചയും ബഹളവും. നമ്മൾ ഈ പാർട്ടീസൊക്കെ ഫ്രെനറ്റിക് ആണ് അല്ലേ. ഒച്ചയും ബഹളം ഒന്നുമില്ല, അത് കാം ആൻഡ് ക്വയറ്റ് പാർട്ടീസ് ഒന്നുമില്ല. പാർട്ടിയാണ് കണ്ടക്ട് ചെയ്യണം, നമ്മളൊരു പാർട്ടി കണ്ടക്ട് ചെയ്യണം, ഒച്ചയും ബഹളം എന്തായാലും ഉണ്ടാവും അല്ലേ. അത് ഒച്ചയും ബഹളമാണ്. കല്യാണം ഒക്കെ എങ്ങനെയല്ല, ഒച്ചയും ബഹളമൊക്കെ ഇല്ല. പാർട്ടി ഇല്ല, വെഡിങ് പാർട്ടീസ് ഒക്കെ എങ്ങനെയാണ്, ബർത്ത്ഡേ പാർട്ടീസ് എങ്ങനെയാണ് അല്ലേ. എല്ലാ പാർട്ടീസും അങ്ങനെ തന്നെയാണ്, നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. ഫ്രെനറ്റിക് ആണ്, പുറത്ത് വെച്ചോണം. അടുത്തത് വി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പീറ്റ് ചെയ്യാം, കണ്ടന്റ് ചെയ്യാം, കോൺടെസ്റ്റ് ചെയ്യാം, ഫൈറ്റ് ചെയ്യാം, ബാറ്റിൽ ചെയ്യാം, അടികൂടുക അല്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, സമാധാനത്തിലോട്ട് വരിക, റിക്കൺസൈൽ ചെയ്യുക, കൺസീഡ് ചെയ്യുക. കൺസീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം, സബ്മിറ്റ് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണല്ലേ, അതിനെ എതിർത്ത് നിൽക്കുകയാണ്, കാര്യത്തിന് എതിർക്കുകയാണ്. അപ്പോൾ റിക്കൺസൈലേഷന് വരുവാണ്, അല്ലെങ്കിൽ ഒരു സമാധാനത്തിലോട്ട് വരുവാണ്, അല്ലെങ്കിൽ അടിയറവ് പറയുക, അഡ്മിറ്റ് ചെയ്യുക, അതിനെയും നമ്മൾ എന്താ പറയുക, ഓപ്പോസിറ്റ് ആയിട്ട് പറയും, കൺസീഡ്. ഓക്കെ വെച്ചോണേ. അടുത്ത ഫിക്സ്ചറാണ്. ഫിക്സ്ചർ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമ്മളൊരു കാര്യം ഫിക്സ് ചെയ്ത് വെക്കുന്നതിനെ ഫിക്സ്ചർ എന്ന് വിളിക്കും. അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷന് ഫിക്സ്ചർ എന്ന് പറയും, ഒരർത്ഥം. വേറൊരു ഫിക്സ്ചർ കൂടി ഉണ്ട്, ബ്രിട്ടീഷ് വേർഡാണ്. ഫിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഗെയിം, മാച്ച്. ഇത് നമ്മൾ വേൾഡ് കപ്പിനെ പറ്റി പറയുകയാണ്. അതുകൊണ്ട് ഫിക്സ്ചർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഫിക്സ്ചറിന് വേണ്ടി വി ആർ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ഫിക്സ്ചർ, നെക്സ്റ്റ് മാച്ച്, നെക്സ്റ്റ് ഗെയിം. അതാണ് ഫിക്സ്ചർ എന്നർത്ഥം ഇന്നത്തെ ആർട്ടിക്കിളിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, മാച്ചിന് ഓപ്പോസിറ്റ് ഒന്നുമില്ല. നമ്മൾ അറ്റാച്ച്മെന്റിന്റെ അർത്ഥം അത് അറ്റാച്ച് ചെയ്ത് വെച്ച സാധനം, മാറ്റാൻ പറ്റില്ല. മൂവബിൾ ആണ്. മൂവബിൾ എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്, മൂവബിൾസ് എന്ന് പറയില്ലേ, മൂവ് ചെയ്യാൻ പറ്റുന്നവയെല്ലാം മൂവബിൾസ് പറയില്ലേ. അപ്പം നൗൺ ആണ് മൂവബിൾ കേട്ടോ. മൂവബിൾ നൗണും ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അത് മറക്കണ്ട. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, ക്ലിയർ ഐ ഗെസ്. അപ്പോൾ ഫിക്സ്ചർ എന്ന വാക്ക്. അപ്പോൾ നോക്കട്ടെ. The discovery of mRNA vaccine was a path-breaking achievement in the field of medical science. Yes, the use of mRNA vaccines are in vogue after COVID. All right, it was a path-breaking moment for all Indians when the lander reached the South Pole. Okay, the state government provides various grants to students belonging to minority religions. Great. If Rintu ma'am continues to tick all the boxes like these, we will witness she conferring the prestigious award for the Indian president. Eda, രാവിലെ വന്നിട്ട് ആളുകളിലേക്ക് pubs are always frenetic with customers. That's great. അതെ, സത്യം. Discovery of mRNA vaccines made a path-breaking impact on the use of vaccines against viruses. Yes. And here we go to the last set. Fruition. നേരത്തെ പറഞ്ഞാണ് fruition, fulfillment, realization, achievement, success അല്ലേ, accomplishment. അതിനെയാണ് നമ്മൾ എന്താ പറയുക, fruition എന്ന് പറയാം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഇൻസെപ്ഷൻ. ഫ്രൂഷൻ്റെ ഓപ്പോസിറ്റ് ഇൻസെപ്ഷൻ, ആരംഭിക്കലാമാ. ഇൻസെപ്ഷൻ ആരംഭം, ഫ്രൂഷൻ അതിൻ്റെ റിയലൈസേഷൻ, അച്ചീവ്മെൻറ്റ്, ഫുൾഫിൽമെൻറ്റ്. അതിനെ നമ്മൾ ആ ഒരു സക്സസ് എത്തി, അച്ചീവ്മെൻറ്റ് എത്തി, അതിനെയാണ് നമ്മൾ അക്കംപ്ലിഷ്മെൻറ്റ് എത്തി, അതാണ് ഫ്രൂഷൻ. ഫലമണിയൽ അല്ലേ ഫ്രൂഷൻ. അപ്പം ഫുൾഫിൽമെൻ്റ് അല്ലേ.
അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസെപ്ഷൻ. മറക്കണ്ട, ആരംഭം, ബിഗിനിങ് എന്നൊക്കെ പറയും. ഇൻസെപ്ഷൻ ആണ് പ്രൈമറി, അല്ലാത്തപ്പോൾ ബിഗിനിങ് കൊടുക്കാം അത് കണ്ടില്ലെങ്കിൽ. അടുത്ത ക്ലൗട്ട് ആണ്. ക്ലൗട്ട് എന്ന് പറയുന്നത് നൗണും ഉണ്ട് വെർബും ഉണ്ട്. ക്ലൗട്ടിൻ്റെ അർത്ഥം ഇടിക്കുക, സ്മാക്ക്. നമ്മളൊരാളെ സ്മാക്ക് ചെയ്യുക, ഹിറ്റ് ചെയ്യുക, അതൊക്കെ പറയില്ലേ, സ്മാക്ക്, ഹിറ്റ്, അതൊക്കെ പറയും, പഞ്ച്, അതൊക്കെ. അതുപോലെ ക്ലൗട്ടിന് അർത്ഥമുണ്ട് ഇൻഫ്ലുവൻസ്. ഫോമൽ വാക്കായിട്ട് അതിന് ഉപയോഗിക്കുമ്പോൾ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പവർ, ഒരാളുടെ ഇൻഫ്ലുവൻസ്. പൊളിറ്റിക്കൽ ക്ലൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പൊളിറ്റിക്കൽ പവർ എന്നൊക്കെ പറയും. ഡ്യൂ ടു ഹിസ് പൊളിറ്റിക്കൽ ക്ലൗട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ് അഗൈൻസ്റ്റ് ഹിം. അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, ബിക്കോസ് ഹി ഹാസ് പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ പവർ ഉണ്ട്, പുള്ളിയുടെ പുറകെ ആൾക്കാരുണ്ട്, അണികളുണ്ട് എന്ന് പറയില്ലേ, ആസാൻ. അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ അതിനെ നമുക്ക് ഹിറ്റ് ചെയ്യുക, സ്ട്രൈക്ക് ചെയ്യുക. ഇൻഫോർമൽ യൂസേജ് ആണ് ക്ലൗട്ട് ചെയ്യുക എന്നുള്ളത് പറയാം. ക്ലൗട്ട് എന്ന് പറയുന്ന ഫോമൽ യൂസേജ് കൊണ്ട് ഇൻഫോർമൽ യൂസേജ് കൊണ്ട് മറക്കണ്ട. അപ്പം ഓർത്താൽ മതി, ഹിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുക, ക്ലൗട്ട് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ക്ലൗട്ട് എന്ന് പറയുന്ന ഫോമലുണ്ട് ഇൻഫോമലുണ്ട് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് മനസ്സിലാക്കി വെച്ചോളാം. ഈ പറയുന്ന സ്മാക്ക് ഉണ്ട്, അതല്ലാതെ ഇൻഫ്ലുവൻസ് ആൻഡ് പവർ എന്നൊക്കെ യൂസേജ് ഉണ്ട്, ഓർത്ത് വെച്ചോളാം. ആൻഡ് ആന്റണിം അപ്പം എന്തായിരിക്കും, ഒരാളുടെ പവർ അല്ലേ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വീക്ക്നെസ്. അടിക്കുക ഇടിക്കുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നുമില്ല, അല്ലാതെ ക്ലൗട്ട് എന്ന ഫോമൽ വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വീക്ക്നെസ്. അയാളുടെ പവർ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇമ്പോർട്ടൻസ്, അയാൾക്ക് കഴിവില്ലായ്മ ഓർ അയാളുടെ വീക്ക്നെസ് എന്ന് പറയാം. ദാറ്റ്സ് വാട്ട് ആന്റണിം ഓഫ് ക്ലൗട്ട് ഇസ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് അല്ലേ? യെസ്. His frantic performance in the match made him to receive an honor. ഓണർ അല്ലടാ, ആൻ ഓണർ. ഓണർ എച്ച് ക്യാപിറ്റൽ അല്ല, എച്ച് സൈലന്റ് അല്ലേ സനിലെ. ആൻ ഓണർ ഫ്രം ദ ഗവൺമെന്റ് കൊടുക്കുക കേട്ടോ. സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ഫാസ്റ്റ്നെസ് എന്ന് പറയില്ല, സ്റ്റെഡ് ഫാസ്റ്റ് ഒരു അഡ്ജക്റ്റീവാ. അതിൻ്റെ കൂടെ ഇത് കൊടുക്കാം, ഒരു നൗണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവും. അല്ല, സ്റ്റെഡ് ഫാസ്റ്റ്നെന്റ് എന്ന് പറയുന്ന നൗണിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഈസ് എസെൻഷ്യൽ വൈൽ ടേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളേ. അപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്ന് കുറച്ചധികം വേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനുള്ളവർ കോമൻറ്റ് സെക്ഷൻ ഇടുക, നമ്മളത് കറക്റ്റ് ചെയ്ത് വരും. അപ്പോൾ കീപ് ഗോയിങ്, കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. കണ്ടുകൊണ്ടേ ഇരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കോമൻറ്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുപോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, സജഷൻസ് ഓഫ് വെൽക്കം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എറർ സ്പോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ആൻസർ പോസ്റ്റ് ചെയ്തോളാം. താങ്ക് യു, ബൈ, ഹാവ് എ ഗുഡ് ഡേ.